അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് നേരത്തെ നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് വേറെയുള്ള ഇവൻറ്റ്സുകളെ പരിചയപ്പെടാം. അതിൽ ഓൺ ക്ലിക്ക് ഈവൻറ്റ്, പിന്നെ ഓൺ മൗസ് എൻറ്റർ, ഓൺ മൗസ് ലീവ്, ഓൺ കീ ഡൗൺ, ഓൺ കീ അപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ഇവൻറ്റ്സുകളും നമുക്കിവിടെ ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കേഴ്സ് വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ആൻ ഓബ്ജെക്റ്റ്. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് വർക്കാവുന്നത്. ഓൺ മൗസ് എൻറ്റർ എന്ന് പറഞ്ഞാലോ ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിന്റർ ഈസ് മൂവ്ഡ് ഓൺ ടു ആൻ ഓബ്ജെക്റ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമേ ഒരു ബട്ടനുമേലൊക്കെ ആ മൗസിനെ മൂവ് ചെയ്യിക്കുമ്പോഴാണ് അത് വർക്കാവുന്നത്. ഓൺ മൗസ് ലീവ് എന്ന് പറഞ്ഞാൽ മൗസ് അവിടെ നിന്ന് നമ്മൾ മാറ്റുമ്പോഴാണ് അത് വർക്കാവുക. ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് അത് വർക്കാവുക. ഓൺ കീ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കീ റിലീസ് ചെയ്യുമ്പോഴാണ് ഇത് വർക്കാവുക. ഇതുപോലെ നമുക്ക് എത്ര ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമോ അതിലെല്ലാം നമുക്ക് ഇതുപോലെയുള്ള ഈവൻറ്റ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ആ പ്രോഗ്രാമിൽ അത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ ഇവൻറ്റ്സിനനുസരിച്ചാണ് ആ പ്രോഗ്രാം നമുക്ക് റൺ ആവുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻറ്റ്സുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിന് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകത, പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ അതിലോരോ പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സം ഓഫ് ദ നമ്പേഴ്സ് അപ് ടു എ ഗിവൺ ലിമിറ്റ്, നമ്മളാണ് തീരുമാനിക്കുന്ന ഒരു ലിമിറ്റ്, അതുവരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോണത്. അപ്പോൾ HTML ഹെഡ്, ടൈറ്റിൽ, ജാവാസ്ക്രിപ്റ്റ് സമ്മ്, ടൈറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തു. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ സം ലിമിറ്റ്, നമ്മളിവിടെ സം ഒരു ലിമിറ്റ് വരെയുള്ളതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കണേ. അപ്പോൾ സം ലിമിറ്റ് എന്നാണ് പേര് കൊടുത്തത്. ഇനി വാർ സം ഈക്വൽ 0, i, ലിമിറ്റ്, ലിമിറ്റ് ഈക്വൽ നമ്പർ ബ്രാക്കറ്റിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് FRM സം ഡോട്ട് TXT ലിമിറ്റ് ഡോട്ട് വാല്യൂ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അവിടെ വാല്യൂ കൊടുക്കാം. ഫോർ ലൂപ്പ് i is equal to 1, i less than equal to ലിമിറ്റ് i പ്ലസ് പ്ലസ് സം പ്ലസ് ഈക്വൽ ടു i. അതായത് നമ്മളിവിടെ സമ്മ് കണ്ടുപിടിക്കണ ഭാഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ആ ഫോർ ലൂപ്പിലൂടെ നമ്മൾ എൻ്റർ ചെയ്യണതിനനുസരിച്ച്, അതായത് ലിമിറ്റ് നമ്മളിപ്പോൾ 10 എന്ന് കൊടുത്താൽ 10 വരെയുള്ള എലിമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് FRM സം ഡോട്ട് TXT സം ഡോട്ട് വാല്യൂ ഈക്വൽ സം, നമ്മളപ്പോൾ ആ ഫോമിനകത്ത് ഏത് വാല്യൂ എവിടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ പേര് കൊടുത്തതിലേക്ക് നമുക്ക് ആ സമ്മ് സ്റ്റോർ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളവിടെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യണം. കാരണം ഇത് സ്ക്രിപ്റ്റിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഇതെവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഹെഡിനകത്താണ്. അപ്പോൾ ഹെഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെഡിനകത്ത് എഴുതുന്നത് കൊണ്ടാണ് ഹെഡ് ക്ലോസ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഫങ്ഷൻസ് വേണോ അല്ലെങ്കിൽ ഏത് ഫങ്ഷൻ വേണോ ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തതായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. ഒരു ഫോമിലൂടെ എങ്ങനെയാണ് സം ഓഫ് 2 നമ്പേഴ്സ് കാണുന്നത് നോക്കാം. HTML ഹെഡ്, ടൈറ്റിൽ, പിന്നെ ജാവാസ്ക്രിപ്റ്റ് സം എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത് നമ്മൾ. എന്നിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ട് ഫംഗ്ഷൻ ഷോ സം, എന്നിട്ട് വാർ num1, num2, ANS, അതായത് ANS എന്ന ആൻസർ എന്നുള്ളൊരു വേരിയബിളാണ്. അത് കഴിഞ്ഞ് num1 ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് FRM സം ഡോട്ട് TXT num1 ഡോട്ട് വാല്യൂ. അതേമാതിരി num2 ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് FRM സം ഡോട്ട് TXT num2 ഡോട്ട് വാല്യൂ. അതായത് 2 ടെക്സ്റ്റ് ബോക്സുകളിലായിട്ടാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ടെക്സ്റ്റ് ബോക്സുകളുടെ നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് ഈ num1 എന്നും num2 എന്നും. അത് കഴിഞ്ഞ് ANS ആൻസർ ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2 നമ്മൾ ANSലേക്ക് സ്റ്റോർ ചെയ്യണു. അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് ഡോട്ട് FRM സം ഡോട്ട് TXT സം ഡോട്ട് വാല്യൂ ഈക്വൽ ടു ANS. അപ്പോൾ നമുക്ക് അവിടെ എന്താണോ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്, അതായത് 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ സമ്മ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മൾ ഫോമിൽ ക്രിയേറ്റ് ചെയ്ത TXT സം ഡോട്ട് വാല്യൂ, ആ ടെക്സ്റ്റ് ബോക്സ് ആണ് സമ്മിൻ്റെ, അതിലാണ് നമ്മളിതിനെ സ്റ്റോർ ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫംഗ്ഷനെ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഇനി ബാക്കി നമ്മൾ ശരിക്കുള്ള ആ എന്താ പറയുക ഫോമിൻ്റെ ബാക്കി ടെക്സ്റ്റ് ബോക്സ് കമ്പോണൻസ് അതൊക്കെ നമ്മളുടെ പ്രോഗ്രാമിലൂടെ തന്നെ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് ഈ ഫംഗ്ഷനാണ് ഓർക്കേണ്ടത്. ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ പേര് കൊടുത്തു, ഷോ സം എന്ന് പറഞ്ഞിട്ടാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇപ്പോൾ ഇവിടെ സം ഓഫ് 2 നമ്പേഴ്സ് ആയതുകൊണ്ടാണ് 3 വേരിയബിൾ യൂസ് ചെയ്തത്. 2 എണ്ണം നമ്പർ എൻ്റർ ചെയ്യാനും 1 എണ്ണം സമ്മ് സ്റ്റോർ ചെയ്യാനും.